എല്ലാവർക്കും നമസ്കാരം. ലേൺ സ്മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കിലായിപ്പോയി. എല്ലാവരും ക്ഷമിക്കണം. പിന്നെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഉണ്ടാവും. നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് 8th സ്റ്റാൻഡേർഡ് ഫിസിക്സിലെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ്റെ 2 പാർട്ടുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത്, മൂന്നാമത്തെ ക്ലാസ് ആണിത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മക്കളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണെന്നും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. ഓക്കെ, സ്പീഡ് എന്താണെന്ന് നമുക്കറിയാലോ. എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ ടൈം, അതിനെയാണ് നമ്മൾ സ്പീഡാക്കി പറയുന്നത് അല്ലേ. ഇനി എന്താണ് യൂണിഫോം സ്പീഡ്? എന്താണ് യൂണിഫോം എന്നുള്ളൊരു വേർഡിൻ്റെ മീനിങ്? എന്താണ്? യൂണിഫോം ആയിട്ട് അല്ലേ, ദാറ്റ് മീൻസ് ഒരേപോലെ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരുപോലെ അല്ലാത്തത്. അപ്പം സ്പീഡിൽ തന്നെ യൂണിഫോം സ്പീഡുണ്ട്, നോൺ യൂണിഫോം സ്പീഡുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ഒരു വെഹിക്കിൾ ഇപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് യൂണിഫോം സ്പീഡിലാണോ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്പീഡിലാണോ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ഒരു ഫിഗർ 9.7 തന്നിട്ടുണ്ട് അല്ലേ. ഒബ്സർവ് ദ ഫിഗർ ഷോയിങ് ദ ഡിസ്റ്റൻസസ് ട്രാവൽ ബൈ എ കാർ ഡ്യൂറിങ് ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാറ് എ എന്നുള്ള പോയിന്റിൽ നിന്ന് എഫ് എന്നുള്ള പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യണം. അതിൻ്റെ ഇടയിൽ കുറേ ഡിസ്റ്റൻസ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബി സി ഡി ഇ എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ദെൻ അത് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈമും അതിൻ്റെ മേലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ടേബിൾ നോക്കി, ടേബിൾ 9.7 അതിലെന്താ പറയുന്നത്? എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ. എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 20 മീറ്റർ ആണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസും ബി മുതൽ സി ടു ഡി, ഡി ടു ഇ, ഇ ടു എഫ്, ഇതെല്ലാം ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? 20 തന്നെയാണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറ്. ഇവിടെ ബി ടു സി ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്, എത്ര തന്നെയാണ്? 20 മീറ്റർ തന്നെയാണ് അല്ലേ. ഇവിടെയൊക്കെ എന്ത് തന്നെയാണ് വരിക? 20 തന്നെയാണ് വരിക. ഇനി ടൈം നോക്കുക. ടൈം എ മുതൽ ബി വരെ ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം എത്രയാണ്? 2 seconds ആണ്. ഇനി ബി മുതൽ സി വരെ ഡിസ്റ്റൻസ് എത്രയാണ്? 20 തന്നെയാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ടൈം നമുക്ക് എങ്ങനെ അറിയാം? ഇവിടെ എ മുതൽ സി വരെ എടുത്തിരിക്കുന്ന ടൈം 4 seconds ആണ്. എ ടു ബി 2 seconds ആണെങ്കിൽ ബാക്കി വരുന്ന ടൈം, ദാറ്റ് ഇസ് ബി ടു സി എന്നുള്ള പോർഷനിലുള്ള ടൈം എത്ര ആയിരിക്കും? ദാറ്റ് ഇസ് 4 - 2 ആയിരിക്കും. 4 - 2 എത്രയാണ്? 2 seconds ആണ് ടൈം. നെക്സ്റ്റ് കേസ് നോക്കിയാൽ സി ടു ഡി, അതേപോലെ ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? 20 തന്നെയാണ് വരുന്നത്. ടൈം എത്രയായിരിക്കും? മൊത്തം എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 seconds ആണ് അല്ലേ. നമുക്ക് ഇതുവരെയുള്ളത് 4 ആണെന്നറിയാം. ബാക്കിയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2. ഡിസ്റ്റൻസ് അല്ല, ടൈം 2. ഇനി അതുപോലെ ഡി ടു ഇ ആണെങ്കിലും ടൈം എത്ര തന്നെയാണ് വരിക? 2 തന്നെയാണ് വരിക. ദെൻ ഇ ടു എഫ് ആണെങ്കിലും ടൈം 2 seconds തന്നെയാണ് വരിക. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ ആണ്. ഇവിടെയും സ്പീഡ് 20/2 ആണ്. ഇവിടെ എല്ലായിടത്തും എങ്ങനെ തന്നെയാണ് വരിക? ദാറ്റ് ഈസ് 20/2. 20/2 എത്രയാണ്? 10 meter/second. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. കാറ് എ മുതൽ എഫ് വരെയുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോൾ അവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും സെയിം ആണ്, ഈക്വൽ ആണ്. അത് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈമും ഈക്വൽ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്താണ്? സ്പീഡും ഒരു യൂണിഫോം ആണ് അല്ലേ. സ്പീഡ് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്, യൂണിഫോം. ഒരേ സ്പീഡിലാണ് ആ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് മീൻസ് ദ ഒബ്ജക്റ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ, ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഇവിടെ ഡിസ്റ്റൻസും ടൈമും രണ്ടും എന്തായിരിക്കണം? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും?
യൂണിഫോം സ്പീഡ് എന്ന് പറയും. സോ നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല എന്താ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഒന്നല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ നോക്കി, ഇവിടെ ഒരു ഫിഗർ 9.8 തന്നിട്ടുണ്ട്. ഇതിൽ കാർ എ നിന്ന് എഫ് എന്നുള്ള ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യുകയാണ്. എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 5 മീറ്റർ ആണ്. ടൈം എത്രയാണ്, 2 seconds ആണ് അല്ലേ. അത് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. എ ടു ബി ഡിസ്റ്റൻസ് 5, ടൈം 2 seconds. ഇനി ബി ടു സി എന്നുള്ളത് ഡിസ്റ്റൻസ് എത്രയാണ്, 15 ആണ് അല്ലേ. ഇവിടെ 20 ആണ്. ഡിസ്റ്റൻസ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. സിയിൽ 20 ആണ്, ബിയിൽ 5 ആണ്. സോ 20 - 5 എന്ന് പറയുന്നത് 15 ആണ്. ടൈം അതുപോലെ ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്. ദാറ്റ് ഇസ് 4 - 2, 2 seconds ആണ്. ഇനി സി ടു ഡി നോക്കി. സി വരെ എത്ര മീറ്റർ ആണ്, 20 മീറ്റർ ആണ് അല്ലേ. ഡി വരെ 26 മീറ്റർ ആണ്. സോ ഡിഫറൻസ് എത്രയാണ്, 6. സോ ഡിസ്റ്റൻസ് 6. ടൈം ഇവിടെ നോക്കി, ഇവിടെ ടൈം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ദാറ്റ് മീൻസ് ഇവിടെ 6 ആണ്, 4 ആണ്. സോ ടൈം ഡിഫറൻസ് എത്രയാണ്, 2 ആണ്. അടുത്തത് നമുക്ക് ഡി മുതൽ ഇ വരെ നോക്കാം. ഇത് 44 ആണ്, ഇത് 26 ആണ്. സോ എത്ര വരാം, 18 വരും അല്ലേ, 18. സോ ഡിസ്റ്റൻസ് 18 മീറ്റർ ആണ്. ടൈം നോക്കി, 8 - 6, ടൈം എത്ര തന്നെയാണ്, 2 തന്നെയാണ്. ഇനി അടുത്തത് ഇ ടു എഫ് നോക്കിയാൽ 44ഉം 15, സോ 6 മീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ടൈം 10 - 8 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സോ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുക, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ഈ കേസിൽ നോക്കി 6/2 എത്രയാണ്, 3 m/s ആണ് അല്ലേ. 3 m/s. അടുത്തത് നോക്കിയേ 18/2, സോ ദാറ്റ് ഈസ് 9. 6/2 3. സോ ഫസ്റ്റ് കേസിൽ സ്പീഡ് 2.5 ആണ്, സെക്കൻഡിൽ 7.5 ആണ്, ദെൻ 3 ആണ്, ദെൻ 9 ആണ്, പിന്നെ 3 ആയി. സോ ഇവിടെ സ്പീഡ് എന്തെങ്കിലും സ്പീഡിന് കോൺസ്റ്റൻ്റ് ആണോ, യൂണിഫോം ആണോ, അല്ല അല്ലേ. സ്പീഡ് എന്ത് ചെയ്തിരിക്കണം, വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് ഇങ്ങനെ ടൈമിനനുസരിച്ച് സ്പീഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഇങ്ങനത്തെ കേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോൺ യൂണിഫോം സ്പീഡ്. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്, ടൈം ഈക്വൽ ആണ് അല്ലേ. ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, അതിനാണ് എന്ത് പറയുന്നത്, നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ 9 മണിക്ക് ആളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കാം. സോ 9:10 വരെ അദ്ദേഹം ട്രാവൽ ചെയ്തത് ഒരു 10 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കാം. ദെൻ 10 മിനിറ്റിൽ കേട്ടോ. ദെൻ 9:20 ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹം ട്രാവൽ ചെയ്തത് ഒരു 5 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. സോ അവിടെ എന്താണ്, ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഈക്വൽ ആണ്, പക്ഷെ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലേ. സോ അങ്ങനത്തെ സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് വേരി ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ നോക്കിയേ, if a body in motion covers equal distances in equal intervals of time, the body is said to have uniform speed. If it covers unequal distances in equal intervals of time, the body is said to have non-uniform speed. So uniform speed എന്താണ്, non uniform speed എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. സോ യൂണിഫോം സ്പീഡിൽ എന്താണ്, ഈക്വൽ ഡിസ്റ്റൻസസ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. നോൺ യൂണിഫോം സ്പീഡിൽ എന്താണ്, അൺഈക്വൽ ഡിസ്റ്റൻസസ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ, ഇനി അതിന് താഴെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ വെഹിക്കിളിലൊക്കെ സ്പീഡോമീറ്റർ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ സ്പീഡോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആ വെഹിക്കിൾ ഇപ്പോൾ ഏത് സ്പീഡിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, വെഹിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ആ സ്പീഡോമീറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു വെഹിക്കിള് ഇപ്പോൾ ഇത്ര ദൂരം ഒരു 20 കിലോമീറ്റർ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓരോ പോയിന്റിലും ഈ സ്പീഡോമീറ്റർ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും
എന്തുകൊണ്ടാണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം ഓരോ ടൈമിലും ആ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡിന് ഡിഫറെൻ്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആ വെഹിക്കിളിൻ്റെ ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ദാറ്റ് മീൻസ് ആ വെഹിക്കിള് ഒരു എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഇപ്പോൾ 50 മീറ്റർ ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കുക. ദെൻ അതിനെടുത്ത ടൈം 10 സെക്കൻഡ്സ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇടയിൽ സ്പീഡ് കുറേ കൂടിയിട്ടുണ്ട്, സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്, അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആവറേജ് സ്പീഡ് കാണാൻ പറഞ്ഞാൽ എത്ര ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. സോ ഇവിടെയാണെങ്കിൽ എങ്ങനെയാണ് വരിക? 50/10 അല്ലേ? സോ എത്ര വരുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ആവറേജ് സ്പീഡായിട്ട് വരുന്നത്. ഓക്കെ, സോ ഈ കൺസെപ്റ്റുകളൊക്കെ ഒന്ന് ഓർത്തേക്കുക. യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ്, ആവറേജ് സ്പീഡ്. സോ സ്പീഡ് നമ്മുടെ ഇവിടെ കഴിയാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് വെലോസിറ്റി അല്ലേ? ദാറ്റ് മീൻസ് യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിയും. സോ വെലോസിറ്റി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ് വെലോസിറ്റി? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ ഡിസ്റ്റൻസ് മൈനസ് ഇനീഷ്യൽ ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. ഓക്കെ, സോ വെലോസിറ്റിയും സ്പീഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കാണണം കേട്ടോ. അതിൻ്റെ കണ്ടിന്യൂഷനാണത്. ഇനി യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും പറഞ്ഞു അല്ലേ? ഇനി നമുക്ക് വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. ഇവിടെ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ജേർണി ഓഫ് 3 cars ആർ ഗിവൺ ബിലോ. കാർ എയുടെ കേസ് നോക്കിയേ. കാർ എ ട്രാവൽ 500 മീറ്റർ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. ഒരു കാറ് എത്ര മീറ്ററാണ് ട്രാവൽ ചെയ്യുന്നത്? 500 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ? സ്ട്രെയിറ്റ് ലൈനായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതിൽ അവരൊരു കാര്യം പറയുന്നുണ്ട്. ദ കാർ കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. കാർ കവർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈക്വൽ ഡിസ്റ്റൻസസ് ആണ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ കാറ് കവർ ചെയ്യുന്നത്. സോ ഈ പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കാറ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്നും അവർ പറയുന്നുണ്ട്. സോ കാർ എയുടെ കേസാണ് ഈ പറയുന്നത്. ഇനി കാർ ബിയുടെ കേസ് എന്താ? കാർ ബി ട്രാവൽ ചെയ്യുന്നതും 500 മീറ്റർ തന്നെയാണ്, സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ കാർ ഈസ് അൺഈക്വൽ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണ്? അൺഈക്വൽ ആണെന്ന് പറയുന്നത്. നമ്മുടെ നേരത്തെ കേസിൽ അല്ലേ, നോൺ യൂണിഫോം സ്പീഡിൽ പറഞ്ഞ പോലെ അൺഈക്വൽ ഡിസ്റ്റൻസസ് ആണ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഇനി കാർ സി ട്രാവൽ 500 മീറ്റർ അലോങ് എ സർക്കുലാർ പാത്ത്. എങ്ങനെയാണ്? ഒരു സർക്കുലാർ പാത്തിലാണ് ഈ കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം പറയുന്നുണ്ട്, കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം എന്ന് പറയുന്നു. ഓക്കെ, സോ ഈ 3 കാറിൻ്റെ കേസ് നമുക്ക് എടുക്കാം. കാർ എ, ബി, സി. ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കിയേ. ഇസ് ദ വെലോസിറ്റി ഓഫ് കാർ എ ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്? വൈ? കാർ എയുടെ കേസ് പറയുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈക്വൽ ഡിസ്റ്റൻസസ് ഈക്വൽ ഇൻ്റർവെൽസ് ആണ് അല്ലേ? ദാറ്റ് മീൻസ് സ്പീഡ് എന്തായാലും അവിടെ എന്താണ്? യൂണിഫോം ആണ്. ചോദ്യം എന്താണ്? വെലോസിറ്റി യൂണിഫോം ആണോ എന്നാണ്. സെയിം ആണോ വെലോസിറ്റി? ഓരോ സെക്കൻഡിലും വെലോസിറ്റി യൂണിഫോം ആണോ ചോദിച്ചാൽ സെയിം ആണോ എന്നാണ് മീനിങ്. സെയിം ആയിരിക്കുമോ? എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു റീസൺ കൊണ്ട് മാത്രമല്ല, നമുക്കൊരു കാര്യം അറിയാം, വെലോസിറ്റി എന്ന് പറഞ്ഞത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എന്താ പ്രത്യേകത? നമ്മൾ അവിടെ ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യണം. സോ ഇവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം. അവരിവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഡയറക്ഷൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. സോ ഇവിടെ എന്താണ്? ഇസ് ദ വെലോസിറ്റി ഓഫ് കാർ എ ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്? ആൻസർ എന്താണ്? എസ്. എന്തുകൊണ്ടാണ്? ഈക്വൽ ഡിസ്റ്റൻസസ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നു. അതേപോലെ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഡയറക്ഷനിൽ ഒരു ചേഞ്ചും വരുന്നില്ല. സോ ഇറ്റ് ഈസ് യൂണിഫോം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇസ് ദ വെലോസിറ്റി ഓഫ് കാർ ബി ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്? കാർ ബിയുടെ വെലോസിറ്റി സെയിം ആയിരിക്കുമോ?
ആയിരിക്കുമോ? ഇല്ല. എന്താണ് ഓൾറെഡി അതിൽ പറയുന്നുണ്ട് അല്ലേ? എന്താണ് അൺഈക്വൽ ഡിസ്റ്റൻസസ് ഈക്വൽ ഇൻ്റർവെൽസ് ടൈം, അൺഈക്വൽ ഡിസ്റ്റൻസസ് എന്ന് പറയുന്നുണ്ട്. സോ അബ്സല്യൂട്ട്ലി എന്താണ് അത് എന്തായിരിക്കും? ഓരോ സെക്കൻഡിലും വെലോസിറ്റി എന്തല്ല സെയിം അല്ല, ദാറ്റ് മീൻസ് നോൺ യൂണിഫോം ആണ്. ഇനി കാർ സിയുടെ കേസ് നോക്കാം. കാർ സിയുടെ കേസ് ഇസ് ദ വെലോസിറ്റി ഓഫ് കാർ സി ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്. കാർ സിയുടെ വെലോസിറ്റി സെയിം ആയിരിക്കുമോ? എന്തായിരിക്കും? കാർ സിയുടെ കേസിൽ നമുക്ക് ഒരു കാര്യം കൂടി അറിയാം. കാർ സി ട്രാവൽ ചെയ്യുന്നത് ഇങ്ങനെ ഒരു സർക്കുലർ പാത്തിലാണെന്ന് പറഞ്ഞു അല്ലേ? സോ സർക്കുലർ പാത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് ഇങ്ങനെ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കില്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് അത് പോകുന്നത് അല്ലേ? ഇനി ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? സൗത്തിലേക്കായി അല്ലേ ഡയറക്ഷൻ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അത് ഈസ്റ്റിലേക്കായി. അപ്പോൾ ഇങ്ങനെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും അല്ലേ? ഇവിടെ അവർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഈക്വലാണ്, ഇൻ്റർവെൽ ഓഫ് ടൈമും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം സ്പീഡ് വേണമെങ്കിൽ യൂണിഫോം ആയിരിക്കും, പക്ഷെ അതുകൊണ്ട് വെലോസിറ്റി യൂണിഫോം ആവണമെന്നുണ്ടോ? ഇല്ല. വെലോസിറ്റി യൂണിഫോം ആവണമെങ്കിൽ നമ്മൾ എന്തുകൂടി കൺസിഡർ ചെയ്യണം? ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യണം. സോ ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ സി ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്സ്? നോ. എന്തുകൊണ്ടാണ്? അതിന് മേലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ? ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ് ദ വെലോസിറ്റി ഓൾസോ ചേഞ്ചസ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റിയും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ അതാണ് യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. എ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കണം, സെയിം ഡയറക്ഷൻ ആയിരിക്കണം, ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ആയിരിക്കണം. ഈ മൂന്നും വന്നാൽ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ? യൂണിഫോം വെലോസിറ്റി ആയിട്ട് മാറുള്ളൂ. ഇനി അവിടെ ടേബിൾ തന്നിട്ടുണ്ട്. കാർ എ യൂണിഫോം വെലോസിറ്റിയാണ്. റീസൺ എന്താണ്? നെയ്തർ ദ മാഗ്നിറ്റ്യൂഡ് നോർ ദ ഡയറക്ഷൻ ചേഞ്ചസ്. കാർ ബി യൂണിഫോം ആണോ? അല്ല. കാർ ബി എന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. റീസൺ എന്താണ്? ദ മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് അല്ലേ? ഡയറക്ഷനിൽ ഒരു ചേഞ്ച് വരുന്നില്ല, കാരണം സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ഇതെന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ്. ഓക്കെ. ഇനി കാർ സി എന്താണ്? കാർ സി ഈസ് ഓൾസോ ദ നോൺ യൂണിഫോം വെലോസിറ്റി. ദറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്, ഡയറക്ഷൻ ചേഞ്ചസ്. സോ നമുക്ക് പറയാൻ പറ്റും ആദ്യത്തെ കേസിൽ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്നില്ല, ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നില്ല, സോ യൂണിഫോം ആണ്. കാർ ബിയിൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ചസ്, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? കാരണം അൺഈക്വൽ ഡിസ്റ്റൻസസ് ആണ്. ഇനി കാർ സിയുടെ കേസിൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിയും. അപ്പോൾ മക്കളെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യുക. സോ കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.